നമ്മളൊരു ഗ്രൂപ്പിൽ ഒരു വോയിസ് അയക്കുമ്പോൾ, ഒരു ടെക്സ്റ്റ് അയക്കുമ്പോൾ, ഒരു വീഡിയോ അയക്കുമ്പോൾ, ഒരു ഇമേജ് നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ അത് സത്യസന്ധമായിരിക്കണം. നമുക്ക് 100% ഉറപ്പ് കിട്ടിയിരിക്കണം. ഞാനായിരിക്കണം ആ ഗ്രൂപ്പിൽ ഫസ്റ്റ് അത് ഇടുന്നത്, അതുകൊണ്ട് നാളെ ഹർത്താൽ എന്നൊന്നും നമ്മൾ നിൽക്കരുത്. നാളെ പൊതു അവധി, അല്ലെങ്കിൽ നാളെ സ്കൂളില്ല, കലക്ടർ, ഇങ്ങനെ വെറുതെ നിൽക്കരുത്. ആ പരിപാടിയൊന്നും നമ്മൾ ചെയ്യരുത്. ഉറപ്പുള്ളത് മാത്രം ചെയ്യും. അല്ലെങ്കിലും ഇസ്ലാമിൽ ചെറിയൊരു തെറ്റ് എന്ന് പറയാൻ തന്നെ പറ്റാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാവും, ചെറിയ മിസ്റ്റേക്ക്. ആ മിസ്റ്റേക്കിനൊക്കെ വലിയ ശിക്ഷകൾ എന്ന് പറയുന്ന ഹദീസ് ഒന്നും മിക്കവാറും സ്വഹീഹായ ഹദീസ് ആയിരിക്കില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചെറിയൊരു തെറ്റ് തന്നെ പറയാൻ പറ്റില്ല. എന്തെല്ലാം സുഖം തന്നെ എന്ന് പറയുമ്പോഴേക്ക് 40 കൊല്ലത്തെ അമല് പൊളിയാനാ. ഇയാൾക്ക് ആകെ 38 വയസ്സേ ആയിട്ടുണ്ടാവും. എത്ര കഥ! അങ്ങനത്തെ ഹദീസ് ഒന്നും സ്വഹീഹായി വന്നിട്ടുണ്ടാവില്ല. ഇനി തിരിച്ചു അങ്ങനെ തന്നെ ചെറിയൊരു നന്മ ചെയ്യുമ്പോഴേക്ക് വലിയൊരു നബീന്റെ കൂലിയൊക്കെ ഓഫർ ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന് കണ്ടാൽ വേഗം വിശ്വസിക്കരുത്. ഉദാഹരണത്തിന്, ഇന്നാലും നമസ്കാരം ജമാഅത്തോടെ നിസ്കരിച്ചാൽ ദാവൂദ് നബിയുടെ 50 കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലി. പാവ ദാവൂദ് നബി ഇത്ര കഷ്ടപ്പെട്ടിട്ട്. നമ്മൾ കോടിക്കണക്കിന് കൊല്ലം കുത്തി പറഞ്ഞാൽ പോലും, എത്ര പണിയെടുത്താലും ഒരു നബീന്റെ ഒരു രോമാവാൻ നമുക്കാവില്ല. ആ ബോധ്യം നമുക്ക് ഉണ്ടാകും. ഒരു സ്വഹാബി ആവാൻ കഴിയോ? ഇല്ല. ഈ സ്വഹാബി എന്ന് പറഞ്ഞ ആരാ? ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ഒരു സെക്കൻഡ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർവിൽ ഡയറക്റ്റ് കാണുക എന്ന് പറയുന്നത് ആയിരക്കണക്കിന് കൊല്ലം തുടർച്ചയായി ഇബാദത്ത് ചെയ്താൽ കിട്ടുന്ന ഈമാൻ, തഖ്വ, ഇസ്തിഖാമത്തിനേക്കാൾ ടോപ്പാണത്. അതെങ്ങനെ നമുക്കാവാൻ പറ്റുക? അങ്ങനെ എന്തേലും കേട്ട് വേഗം വിഴുങ്ങരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നം കണ്ടത് ഇങ്ങനെ പാടി നടക്കാനുള്ളതൊന്നുമല്ല. അത് ഇമാം മുല്ല അലി ഖാരി മർഖാത്തിൽ പറയുന്നുണ്ട്, ഞാൻ സ്വാലിഹാണ് എന്ന് നാട്ടുകാർക്ക് തോന്നിപ്പിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യരുത്. അത്തരക്കാരോട് നമ്മൾ അടുക്കുകയും ചെയ്യരുത്. ഖീല വഖാൽ, അല്ലാഹുക്ക് വളരെ വെറുപ്പുള്ള കാര്യമാണ് ഖീല വഖാൽ. ഹദീസിൽ കാണാം. മൂന്നാമത്തത്, അല്ലാഹുക്ക് വളരെ വെറുപ്പുള്ള മൂന്നാമത്തെ കാര്യം ഇളാഅത്തുൽ മാൽ, സമ്പത്ത് നശിപ്പിക്കൽ. ഒരു 5 പൈസ, ഒരു ഫിൽസ്, ഒരു ദിർഹം, ഒരു ദീനാർ, ഒരു റിയാൽ ഒന്നും നമ്മൾ വെറുതെ കളയരുത്.